കടയിരിപ്പ് എന്നുള്ളത് എറണാകുളത്തെ ഒരു ചെറിയ ഗ്രാമമാണ്. പക്ഷെ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലാണ് ഈ ഗ്രാമം. അതിന് ഒറ്റ കാരണമുള്ളൂ, സിന്തൈറ്റ് ഇൻഡസ്ട്രീസ്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സിന്തൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ എല്ലാമായ പ്രിയ മാനേജിംഗ് ഡയറക്ടർ അജു ജേക്കബ് സാർ. Welcome to my show. Thank you. First question, can you explain your career and life progress with the Synthite? Engineering in 1987, after I finished my engineering, chemical engineering, I joined Synthite. I joined rather my father who had founded Synthite. So earlier in my career, I was more focused on production processes. It was a great journey. I mean, first 4 years, adhigam travel cheyidirunilla. Was always in the factory, production involved. പുതിയ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഏരിയയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി, അതും ഒരു വളരെ ചെറിയ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് എല്ലാ മേഖലയിലും കണക്ട് ചെയ്യാനും എല്ലാ മേഖലയിലും ഇൻവോൾവ് ആകാനും സാധിച്ചിട്ടുള്ളൂ. അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും ഫാക്ടറിയിൽ ഷോപ്പ് ഫ്ലോറിൽ തന്നെ വർക്ക് ചെയ്ത് പഠിക്കാനും സാധിച്ചുകൊണ്ട് തന്നെ ഒത്തിരി ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പ്രോഡക്റ്റിനെ കുറിച്ചും പ്രോസസ്സിനെ കുറിച്ചും ആർജിക്കാൻ സാധിച്ചു. അതുപോലെ റോ മെറ്റീരിയൽ സോഴ്സിങ്ങിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ, അത് വലിയ വലിയ സ്ഥലങ്ങളിലൊന്നുമല്ല, ചെറിയ ഗ്രാമങ്ങളിലോ ചെറിയ ഏരിയാസിലൊക്കെ പോയി ട്രാവൽ ചെയ്യാനും, ട്രെയിനിലോ താത്വിക അലവണ്ടിയിൽ ട്രാവൽ ചെയ്യാനും, അങ്ങനെ ചെറിയൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒക്കെ താമസിച്ചും ആ രീതിയിൽ ഫാദർ ട്രെയിൻ ചെയ്തിരുന്നുകൊണ്ട് അതൊന്നും ചെയ്യാൻ മടിയുണ്ടായിരുന്നില്ല. അതൊക്കെ ചെയ്തു പഠിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഒത്തിരി കോൺഫിഡൻസും ഉണ്ട് പേഴ്സണലി. അതിനുശേഷം ഒരു early 90s ആണ് വിത്തിൻ സിന്തൈറ്റ് അന്നൊരു പ്രൊഡക്ഷൻ ആവശ്യം വന്ന് കാലിക്കറ്റിൽ ഫാക്ടറി സിന്തൈറ്റ് ടേക്ക് ഓവർ ചെയ്തു. അതിലൊരു ഇൻ്റഗ്രൽ പാർട്ടായിരുന്നു ഞാൻ. അതിലൂടെ ഒരു ബിസിനസ് എക്സ്റ്റൻഷനെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ ചാലഞ്ചസും, ഇൻഫാക്ട് അത് ടേക്ക് ഓവർ ചെയ്തതിന് ശേഷമാണ് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതും എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വമായിരുന്നു ആ ടേക്ക് ഓവർ. അപ്പോൾ അതിനകത്തൊരു വലിയ ഫെയിലിയർ ഉണ്ടായപ്പോൾ ഹൗ മൈ ഫാദർ സപ്പോർട്ടഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് ഒരു വലിയ ചേഞ്ച് തന്നെ വരുത്തേണ്ടി വന്നു ഫാക്ടറിയിൽ. അപ്പോൾ അദ്ദേഹം എന്നോട് ഇപ്പോഴും പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, നമുക്ക് വിരൽ പഴുത്താലും മുറിച്ച് കളഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാനായിട്ടുള്ള ആർജവം വേണം. അല്ലാതെ ഒരു ക്വിക്ക് ഫിക്സിന് ശ്രമിച്ചാൽ അത് ലോങ് ടേമിൽ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ അന്നത്തെ ആ സപ്പോർട്ട്, എൻ്റെ ഫാദറിൻ്റെ സപ്പോർട്ട് വാസ് ലെഫ്റ്റ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഇൻ മൈ ലൈഫ്. ബിക്കോസ് പിന്നീട് റിസ്ക് എടുക്കുമ്പോൾ തന്നെ അത് കുറച്ചുകൂടി പഠിച്ച് ചെയ്യാനും അതുപോലെ റിസ്ക് എടുക്കാനുള്ള ധൈര്യവും കൂടി. അത് പിന്നീട് വളരെ സക്സസ്ഫുൾ ആയ ഫാക്ടറി. അതുകൊണ്ട് തന്നെ പിന്നീട് റിസ്ക് എടുക്കാനുള്ള ധൈര്യവും ഉണ്ടായി. പിന്നെ ഫാമിലി മെമ്പേഴ്സ് പലരും ബിസിനസ്സിലുണ്ട്, അവരുടെ എല്ലാം സപ്പോർട്ടും ഒത്തിരി അധികം എന്നെ ഹെൽപ്പ് ചെയ്തു. ലേറ്റർ ഓൺ പിന്നീട് അരികളിലെ ഫാക്ടറി സെറ്റപ്പ് ചെയ്തപ്പോഴും, ആന്ധ്രയിലെ ഫാക്ടറി സെറ്റപ്പ് ചെയ്തപ്പോഴും, അല്ലെങ്കിൽ ചൈനയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് 2011-12 പോയപ്പോഴൊക്കെ ചലഞ്ചസും പ്രോബ്ലംസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും സിന്തൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓവറോൾ ഗ്രോത്തിൽ ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ട് വർക്ക് ചെയ്യാനായിട്ട്, എല്ലാം വിത്ത് മൈ ഫാദർ, മൈ കസിൻ ജോർജ് പോൾ, മൈ ബ്രദർ, റെസ്റ്റ് ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ്, മൈ ബ്രദേഴ്സ് ഇൻ ലോ, ഇവരോടൊപ്പം എല്ലാം വർക്ക് ചെയ്യാൻ സാധിച്ചുകൊണ്ട് തന്നെ ലുക്കിംഗ് ബാക്ക് 38 years, I feel I was part of the success, one of the integral part of the success of this organization. കമ്പനിയുടെ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ അതൊരു വലിയ സക്സസ് ആയപ്പോഴുള്ള ജേർണി കംപ്ലീറ്റ് ആയപ്പോഴാണോ ഹൗ യു ബിക്കം സോ ഹംബിൾ ആൻഡ് ഹ്യൂമർ? യു ആർ നൗ very even though you have big success, but you are very humble, and what is the reason for that? അതിനൊരു മെയിൻ ആസ്പെക്റ്റ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അന്ന് എൻ്റെ കൂടെ 38 മേയിൽ പഠിച്ചിരുന്നവർ, അവരുടെയൊക്കെ 3-4 പേര് ഇതുപോലെ ഫാമിലി ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, അവരുടെയൊക്കെ ആ ബിസിനസ്സിലേക്ക് പോയെങ്കിലും പലരും പിന്നീട് മിക്കവാറും എനിക്കൊന്ന് 30 of them went to the US for further studies, but I stayed back, worked with this. അപ്പോൾ ഒരു നല്ല പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നല്ലൊരു ഫൗണ്ടേഷനിൽ നിന്ന് തുടങ്ങാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ലിമിറ്റ് കൂടുതൽ ആ സക്സസ്സിൽ ഒരു പാർട്ടായി എന്ന് പറയാമെന്നല്ലാതെ ആ സക്സസിൻ്റെ മുന്നിൽ ഞാനാണെന്ന് പറയാൻ ഒരിക്കലും എനിക്ക് സാധിക്കത്തില്ല. വിച്ച് ഓൾസോ മേക്സ് മീ ഫീൽ ദാറ്റ്
ഇനിയുള്ള നെക്സ്റ്റ് ജനറേഷനെ അതുപോലെ കൈപിടിച്ച് നടത്തണമെന്നും അതുപോലെ അവരെ ഗ്രോ ചെയ്യുന്നതിൽ ഹെൽപ്പ് ഫെസിലിറ്റേറ്റ് ചെയ്യണമെന്നും ഉള്ളൊരു ആഗ്രഹവും ഉണ്ട് അതുകൊണ്ട് തന്നെ. സോ ഐ ഫീൽ പാർട്ട് ഓഫ് ദി സക്സസ് ബട്ട് നോട്ട് ദി ഓൺലി വൺ ഫോർ ദാറ്റ് സക്സസ്. സോ ഐ വൺ അമംഗ് ദി 5 or 6 people who have created that effort in the family side. അതേപോലെ തന്നെ ഒത്തിരി നല്ല പ്രൊഫഷണൽസും ഓർഗനൈസേഷനിൽ ഈ കാലയളവിൽ വന്ന് റിട്ടയർ ചെയ്ത് പോയവരുണ്ട്, ഇടയ്ക്കാലത്ത് പോയവരുണ്ട്, ഇപ്പോഴുള്ള ഒത്തിരി പ്രൊഫഷണൽസ് ഉണ്ട് who have been an integral part in making this organization what it is today. So I can only be saying that I'm one among in that team that made Synthite, what Synthite is today. So for that reason, I feel, but then you're grounded, you feel that, you are part of the ecosystem and you've been very lucky, in a way very fortunate and lucky. So it's very important to believe that, you're only part of that. It's not unlike there are people who have, grown business on their own and, taken to very high levels. So, and also the other aspect is, നമ്മളൊരു സക്സസ്സിൽ എത്തുമ്പോഴും, ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ അന്ന് എൻ്റെ ബ്രദറോ ഞാനോ ഓർഗനൈസേഷന് വരുന്നതിന് പകരം 2 നല്ല പ്രൊഫഷണൽസ് ആയിരുന്നു എൻ്റെ ഫാദറിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പ്രോബ്ലി ദിസ് കുഡ് ഹാവ് ബീൻ മച്ച് ബിഗർ ഓൾസോ പോസിബിളി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടെങ്കിൽ ഐ തിങ്ക് യു വിൽ ഫീൽ ഗ്രൗണ്ടഡ്. ശരിയാണ്, വി ടുക്ക് ഇറ്റ് ടു എ സർട്ടൻ ലെവൽ, വി വർ എനേബിൾഡ് ടു ടേക്ക് ഇറ്റ് എ സർട്ടൻ ലെവൽ, പക്ഷെ വി ഡിഡ്ന്റ് ഗ്രൗണ്ട് ഇറ്റ്. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം സംബഡി കുഡ് ഹാവ് ഡൺ ബെറ്റർ. സോ അങ്ങനെ ഒരു ലെവൽ ഹെഡഡ് ആയിട്ട് ചിന്തിക്കാൻ സാധിച്ചാൽ ഐ തിങ്ക് യു വിൽ റിമെയിൻ ഹംബിൾ അബൌട്ട് യുവർ അച്ചീവ്മെന്റ്സ്. So one thing we should all learn is this humility and humbleness even when you achieve. ഒരു വലിയൊരു പൊസിഷൻ എത്തിയാലും ഒരു ലീഡറിന് വേണ്ട ഒരു സ്കില്ലാണ് ഇത്, ഹംബിൾനെസ് ആൻഡ് ഹ്യൂമിലിറ്റി. എനിക്ക് മനസ്സിലായി. അടുത്ത ഒരു ചോദ്യം, ഇപ്പം സിന്തൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഷേ ബിസിനസ്സിൽ ഏറ്റവും സ്കെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ നിഷ സ്കില്ലും ആ സ്കെയിലും നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തു? ആ സമയത്ത് ഇന്ത്യയിൽ ആരുടെയും ഇതുപോലത്തെ സ്കെയിലോ ഉണ്ടായതില്ല. അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു? വളരെ ലോക്കലായിട്ടുള്ള ഹയറിംഗ് ആണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻഫാക്ട് ഏർലിയർ സ്റ്റേജസ് ഞാൻ പറഞ്ഞു കേട്ടതും ഞാനും ഉള്ളത് കാര്യം, നല്ല ആറ്റിറ്റ്യൂഡുള്ള റീസണബിൾ കോമൺ സെൻസ് ഉള്ള ആളുകൾ ഹയർ ചെയ്യുന്നതല്ല. അന്ന് എഞ്ചിനീയേഴ്സോ ഡിപ്ലോമോ ഹോൾഡേഴ്സിനൊന്നും കിട്ടുന്ന സമയമല്ല. ഈ ഹാഡ് ഫ്യൂ ഗുഡ് എഞ്ചിനീയേഴ്സ് ഓൾസോ. അപ്പോൾ അവരിലൂടെ ട്രെയിൻ ചെയ്ത്, പിന്നെ ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു സ്കില്ലാണ് പ്രോസസ്സിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ ഒരു റീസണബിൾ കോമൺ സെൻസും ആറ്റിറ്റ്യൂഡും ഉള്ള ആൾക്കാരെ നല്ലപോലെ ട്രെയിൻ ചെയ്യുക, ഏർലി സ്റ്റേജസിൽ ട്രെയിൻ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ വളരെയധികം ഇനിഷ്യേറ്റീവ് ഓർഗനൈസേഷൻ എടുത്തിരുന്നു. ഒരു 1980 ആയപ്പോഴത്തേക്കും വളരെയധികം ടെക്നോളജിക്കലായിട്ട് അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്ത് കുറച്ചും കൂടെ പ്രോഡക്റ്റിനെ കുറിച്ചും പ്രോസസ്സിനെ കുറിച്ചും പഠിച്ച് ചെയ്യണമെന്നുള്ളൊരു നിർബന്ധം ഫാദറിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ഒരു R&D സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആൾക്കാരെ പഠിപ്പിക്കാനും മനസ്സിലാക്കാനും സാധിച്ചുകൊണ്ട് തന്നെ ഇൻവോൾവ് ആയിട്ട്, അപ്പം ഒരാൾ ഒരു സംഗതിയിൽ വളരെ ഇൻവോൾവ് ആയിട്ടും കമ്മിറ്റഡ് ആയിട്ടും പ്രവർത്തിക്കുമ്പോൾ നാച്ചുറലി അവരിൽ നിന്ന് തന്നെ ഒത്തിരി കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടും. ഒത്തിരി ഡെവലപ്മെൻറ്റിൽ ഷോപ്പ് ഫ്ലോർ എന്നുള്ള ഇൻപുട്സ് ഹാവ് ബീൻ സക്സസ്ഫുൾ. എല്ലാം ലാബിലോ അല്ലെങ്കിൽ R&D സെറ്റപ്പിൽ നിന്ന് വന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ല പലപ്പോഴും. ബിക്കോസ് പീപ്പിൾ ആർ വില്ലിങ് ടു ലേൺ ആൻഡ് ദേ ആർ വെരി കമ്മിറ്റഡ്. The lot of process optimization that have come from the plant itself, it's because of basic skilling aspect that have happened. In we have a Pakka system, we have a training center, so we take minimum നല്ല ITI അല്ലെങ്കിൽ ഡിപ്ലോമ സ്കൂളിൽ നിന്ന് എടുക്കുന്നവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്ത് ശേഷം ഷോപ്പ് ഫ്ലോർ ട്രെയിനിങ് കഴിഞ്ഞ ശേഷമാണ് വി ആർ സ്കെയിലിംഗ് ദം അപ്പ്. അതിലും കൂടുതലും മെക്കാനിക്കൽ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ITIയിലാണെങ്കിലും മെക്കാനിക്കൽ പഠിച്ച പിള്ളേരാണ് കൂടുതലും നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സിന്തൈറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ട എൻജിനീയേഴ്സിനും അതുപോലെ തന്നെ ടീമുകളുണ്ട്, പ്രൊഫഷണൽസ്, സെയിൽസ്, ഫിനാൻസ്, അവർക്കൊക്കെ വേണ്ട മോഡേൺ സ്കിൽസ് എന്തൊക്കെയാണ് വേണ്ടത്? ബിക്കോസ് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ആ കസ്റ്റമേഴ്സ് ആ ലാർജ് ബിസിനസ് ഹൗസസ്. അപ്പോൾ ഞങ്ങളുടെ സെയിൽസ് ആളിന് പോലും ഒരു പരിധി വരെ
പ്രോഡക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങും പ്രോസസ് അണ്ടർസ്റ്റാൻഡിങ്ങും ഞങ്ങളുടെ കേപ്പബിലിറ്റിയെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദേ ആർ ട്രെയിൻ in those areas before they go out to the market. അതുപോലെ തന്നെ R&D സെറ്റപ്പിൽ നോക്കുകയാണെങ്കിൽ മിക്കവാറും MSCO അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഡിഗ്രിയോ ഉള്ള കെമിസ്ട്രി റിലേറ്റഡ് ഡോക്ടറേറ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മിക്കവാറും ഒരു സ്പൈസിൽ നിന്നോ അല്ലെങ്കിൽ പ്ലാന്റ് മെറ്റീരിയൽ നിന്നോ ഐസൊലേഷൻ ഓഫ് എൻ എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ പ്യൂരിഫിക്കേഷനോ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് ഒരു കെമിസ്ട്രി സ്കില്ലുള്ള ആളാണ്. അതിൻ്റെ കൂടെ കെമിക്കൽ എഞ്ചിനീയേഴ്സും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ആശയം ലാബിൽ നിന്നുള്ളൊരു ആശയം ഒരു സ്കെയിലപ്പ് ചെയ്ത് ഒരു പൈലറ്റ് പ്ലാന്റിലേക്ക് സ്കെയിലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് ഫ്രം ദ പൈലറ്റ് പ്ലാന്റിൽ സ്കെയിലപ്പ് വർക്ക് നടക്കുമ്പോൾ തന്നെ പ്രൊഡക്ഷനിലുള്ള ഇത് പൊട്ടൻഷ്യലി സ്കെയിലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള പ്ലാന്റിൽ നിന്ന് ആൾക്കാർ അതിനകത്ത് ഇൻവോൾവ് ആകുമ്പോൾ ആ പ്രൊഡക്ഷനിലെ പ്രോസസ്സിലെല്ലാം അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുകയും പഠിക്കുകയും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ബേസിസിലായിരിക്കും സ്കെയിലപ്പ് വർക്ക് നടക്കുന്നത്. എന്നാലും ഒരു ലാബിൽ ചെയ്ത് അതേപടി പൈലറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനോ ആ പൈലറ്റ് സ്കെയിൽ ചെയ്തത് ഒരു പ്ലാന്റ് ലെവലിലേക്ക് സ്കെയിൽ ചെയ്യാനോ അത്ര എളുപ്പമായിരിക്കത്തില്ല. ഇറ്റ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ നുവാൻസസ് ആൻഡ് ചാലഞ്ചസ്. അപ്പോൾ അതിലാണ് ഈ ഓരോ സ്റ്റേജിലുള്ളവരുടെ ഇൻപുട്സും കണക്കിലെടുത്തായിരിക്കും അവ ഫൈനൽ SOP ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് ഒരു കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടാണ് ഈ ത്രൂ ഔട്ട് ദിസ് ഏരിയ വേണ്ടി വരുന്നത്. പുതുതായിട്ട് പ്രോഡക്റ്റ് സ്കെയിൽ ചെയ്യുന്ന പ്ലാന്റിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ വളരെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഓപ്പറേറ്റേഴ്സ്, അതിലും വലിയ ടെക്നിക്കൽ സ്കില്ലിനേക്കാൾ കൂടുതൽ ആ പ്രോസസ്സ് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനും അതിലുള്ള ചെറിയ നുവാൻസസിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള തോട്ട് പ്രോസസ്സ് ഉള്ളവരാണ് പലപ്പോഴും നല്ലപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ദാൻ ഒത്തിരി ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിനേക്കാൾ കൂടുതൽ വേണ്ടത്. പിന്നെ ഇവർക്ക് നിങ്ങൾ അവരുടെ സർട്ടിഫിക്കേഷൻസും ട്രെയിനിങ്സ് ഒക്കെ മാൻഡേറ്ററി ആയിട്ട് എല്ലാ വർഷവും ചെയ്യണമെന്നുണ്ടാവില്ല. എസ്പെഷ്യലി നിങ്ങളുടെ കമ്പനിയുടെ കസ്റ്റമേഴ്സ് വിൽ ടെൽ ദാറ്റ് യു വിൽ നീഡ് ടു ഫോളോ സർട്ടൺ ഗൈഡ് ലൈൻസ് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ടീമും സ്റ്റാഫും അതുപോലെ പല പ്രോഗ്രാംസ് ക്ലിയർ ചെയ്യുക, സർട്ടിഫിക്കേഷൻ ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല. എസ്പെഷ്യലി സിന്തൈറ്റ് ഈസ് എ വേൾഡ് ലീഡർ ആൻഡ് യു ആർ കാറ്ററിങ് ടു ദ ഗ്ലോബൽ കസ്റ്റമേഴ്സ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് സർട്ടിഫിക്കേഷൻസ് അതൊക്കെ എങ്ങനെ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ? ഞങ്ങൾ ബേസിക്കായിട്ട് ഞങ്ങൾക്കൊരു പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ആ പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓരോ ലെവൽ അനുസരിച്ച് ആൾക്കാരെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ഡിപ്പെൻഡിങ് ഓൺ ദ പെർഫോമൻസ്, അതിപ്പോൾ ഗുഡ് ആയാലും വെരി ഗുഡ് ആയാലും അല്ലെങ്കിൽ ആവറേജ് ആണെങ്കിലും അവർക്ക് വേണ്ട ട്രെയിനിങ് നീഡ് അനലൈസ് ചെയ്തതിന് ശേഷം വേണ്ട റൈറ്റ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളൊരു ബേസിക് ആസ്പെക്റ്റാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇഫ് നീഡ്സ് മൂവ് ഫോക്കസ് വി ഡു ദാറ്റ്. ദിസ് ഇയർ വി സ്റ്റാർട്ട് എ പ്രോഗ്രാം കോൾ ഇഗ്നൈറ്റ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവാലുവേഷനിൽ എക്സീഡ് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്ന പല മേഖലയിൽ നിന്നുള്ള എല്ലാവരും നോക്കിപ്പോൾ എൻ്റെ 65 പീപ്പിൾ വർ ദെയർ. ഈ 65 പേർക്കും സ്പെസിഫിക് ആയിട്ടൊരു പ്രോഗ്രാം നമ്മളിപ്പോൾ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. വേരിയസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോഗ്രാംസ് ടു സ്കിൽ ദെം ടു ഡു ബെറ്റർ ജോബ്സ്. ഇപ്പോൾ അവർ ചെയ്യുന്ന ജോബ് ഇതിപ്പോൾ ഒരു ജസ്റ്റ് പ്രൊഫഷണൽ ബാൻഡിലൊന്ന് താഴത്തെ ഓപ്പറേറ്റിംഗ് ലെവലിലുള്ള സീനിയേഴ്സും കൂടെ കൂടിയിട്ടുള്ളൊരു ബാൻഡാണിത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ വി ഷുഡ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ഇഫ് നോട്ട് ഓൾ ദ 65 മേ ബി 20-30 who can do better or bigger jobs within Synthite. അപ്പോൾ അതിലൂടെ അവർക്കൊരു കരിയർ ഗ്രോത്ത് നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഇന്നിപ്പോൾ അവരുടെ പൊസിഷനോ അല്ലെങ്കിൽ അവരുടെ റിമനറേഷനോ എല്ലാം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരും വർഷങ്ങളിൽ കൂടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രോഗ്രാം ചെയ്യുന്നത് വിത്തിൻ ദി ഓർഗനൈസേഷൻ ഒരു ക്രോസ് ഹയറിങ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. കാര്യം ഞങ്ങൾക്ക് ലാബ്സ് ഉണ്ട്, സെയിൽസ് ഏരിയ ഉണ്ട്, പ്രൊഡക്ഷൻ ഏരിയ ഉണ്ട്. വിത്തിൻ ദി ഓർഗനൈസേഷൻ ക്രോസ് ഹയറിങ് ഓപ്പർച്യൂണിറ്റി. ഒരു പുതിയ ജോബ് അനൗൺസ് ചെയ്യുമ്പോൾ വി ഓൾസോ അനൗൺസ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. അത് സിന്തൈറ്റ് മാത്രമല്ല, സിന്തൈറ്റിന് സ്പൈസ് ഡിവിഷനുണ്ട്, വേരിയസ് അതർ സ്മോൾ ഡിവിഷൻസ് ഉണ്ട്, സിമേഗ ഉണ്ട്. വി ഓപ്പൺ ഇറ്റ് അക്രോസ് സോ ദറ്റ് ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായൊരു ഇൻസിഡൻസ്, ഞങ്ങളുടെ ഫൈനാൻസിലുള്ള പ്രോജക്ട്സ് ഒക്കെ നോക്കുന്ന ഒരു വ്യക്തി ഈ പ്രോസസ്സും പുള്ളി ഫിനാൻസ് മാത്രമല്ല പ്രോജക്റ്റിലേക്ക് വന്നു പ്രോസസ്സും ബാക്കി കാര്യങ്ങളും പഠിച്ചു, നല്ല ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ഡിവിഷനിലെ സെയിൽസ് ഹെഡായിട്ട് പുള്ളിയെ കൺസിഡർ ചെയ്യുവാണ്. സോ കംപ്ലീറ്റ്ലി നോട്ട് ഫ്രം ഹിസ് ബാക്ക്ഗ്രൗണ്ട് ഈസ് എ ഫിനാൻസ് പേഴ്സൺ ആക്ച്വലി പ്രൊഫഷണലി, but he moved into projects and operations and projects, and now with probably by March, April he will move into a sales or a senior sales job because he understands it well. അപ്പോൾ
his career is growing, vertically into the, because of that opportunity that the organization gives. And അതുപോലെ എനിക്ക് ക്ലിയർ ആയിട്ട് എക്സാമ്പിൾസ് പറയാനുണ്ട് where people have started in the lab who have become the procurement head ആയിട്ട് റിട്ടയർ ചെയ്തവരുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ IT-യിൽ ഇപ്പം ഞങ്ങൾ ഹെഡ് ചെയ്യുന്നയാൾ മിനു, she started as an debt operator and she skilled herself over the years. അപ്പോൾ she went for a lot of CIO programs and all, then maybe we could even consider for a CIO job. But within the organization, our development, remember, people also believe that you will not get stagnated. There's a growth opportunity within Synthite. ഒരു ഓപ്പറേറ്റർ O4 വന്നിട്ട് O1 ആയിട്ട് റിട്ടയർ ചെയ്യാനല്ല, നല്ല സ്കില്ലും എഫർട്ടും എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാൻ മാനേജർ വരെ ആവാനുള്ള ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ അതിന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റിയോ Synthite ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് that is one big difference. That's why people stay longer with us. Synthite ആദ്യം മുതൽ തന്നെ ടെക്നോളജി, ലേറ്റസ്റ്റ് ടെക്നോളജി, ഫോർ എക്സാമ്പിൾ SAP ഏറ്റവും ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്ത കേരളത്തിലുള്ള ഒരു കമ്പനി ആയിരുന്നു. അപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് സിന്തൈറ്റിനുണ്ടായ ഒരു ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ അതുകൊണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ പക്ഷെ അത് വലിയ സക്സസ് ആക്കി മാറ്റിയ കാരണം അതൊന്ന് നമുക്ക് വലിയ സ്കെയിലിൽ ചെയ്യാൻ പറ്റിക്കും. അപ്പോൾ ആ ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷൻ, എസ്പെഷ്യലി SAPയുടെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു ഇതൊന്ന് പറയാമോ? I think I'll start a little more, കുറച്ച് കാലം മുമ്പ് ഒരു ഏർലി 90s നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ ഐ റിമെമ്പർ ഏർലിയർ ഓൺ നമ്മുടെ പ്രൊസീജിയർ ഓൾ മാനുവൽ. അതിൽ നിന്ന് ഓരോ സെയിൽസ് ഓർഡർ പ്രോസസ്സിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷനിലെ ഡേറ്റ മാനേജ്മെൻറ്റ്, ഫിനാൻസ്, അങ്ങനെ സ്റ്റാൻഡ് ലോൺ ആയിട്ടാണ് പ്രോഗ്രാംസ് ചെയ്തിരുന്നത്. ഇറ്റ് നെവർ യൂസ്ഡ് ടു ടോക്ക് ടു ഈച്ച് അതർ. ഒരു 2001 അല്ലെ അത് 96 or 97 we engaged in an ERP solution company, integrate all of this. അതൊക്കെ ഹോം ഗ്രോൺ ആയിരുന്നു. വി ഗോട്ട് സംബഡി നമ്മുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. 2001 കുറച്ചും കൂടെ അവർ ഇൻപുട്സും കൂടെ വെച്ചിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. എന്നിട്ടാണ് 2009 SAPയിലേക്ക് മാറിയത്. തീർച്ചയായിട്ടും ഒരു കംഫർട്ടബിൾ ആയിട്ട് നമ്മളുടെ ഒരു ഹോം ഗ്രോൺ സിസ്റ്റത്തിൽ നിന്ന് SAP പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, SAP അത്ര യൂസർ ഫ്രണ്ട്ലി ആയിരുന്നില്ല. ഇന്നിപ്പോൾ കണ്ണൊക്കെ കുറേ യൂസർ ഫ്രണ്ട്ലി ആയി. സമയത്തൊരു ചലഞ്ചായിരുന്നു ശരിക്കും ഫ്രം ആർ എക്സിസ്റ്റിംഗ് ERP മൂവിങ് ഇൻ ടു an SAP. അത് 2009 മുതൽ 19 വരെ 10 years we were on that platform, and then from R4 we went to HANA. ആ സമയത്ത് ഞങ്ങളൊരു സ്റ്റഡി നടത്തിയത് ബിഫോർ വി ഡിഡ് ദ ട്രാൻസ്ഫോർമേഷൻ നമ്മളെല്ലാം ആസസും പ്രോസസ്സും ടു ബിയും എല്ലാ ഏരിയയിലും പഠിച്ചു. അതിനു മുമ്പ് ഞങ്ങൾ ചെയ്തൊരു കാര്യം SAP കൊണ്ട് തന്നെ SAPയുടെ യൂട്ടിലൈസേഷൻ Synthiteൽ എത്രയുണ്ടെന്നുള്ളത് കാര്യം വി തോട്ട് വി വർ ഡൂയിങ് വെൽ. പക്ഷേ അവരുടെ ഒരു ഫുൾ അസസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ they said we are probably using the potential only by 50 or 60%. So there are much more opportunity to leverage on SAP HANA. പക്ഷേ കോവിഡ് സമയത്തുള്ള ഇംപ്ലിമെൻറ്റേഷൻ ആയിരുന്നതുകൊണ്ട് വി ഹാഡ് എ ലോട്ട് ഓഫ് ചാലഞ്ചസ് again. So literally ഞാനിപ്പോൾ ഓർക്കുന്ന 21 March, April, മാർച്ചിൽ we could not even invoice because nothing was moving. System really was stuck. പക്ഷേ ഒരു within a month or two system stabilized, and today it is so well integrated that ഇപ്പം ഞങ്ങളുടെ ബോർഡ് റിവ്യൂസ് എല്ലാം 100% HANA based ഡാഷ്ബോർഡ്സിലെ ഡിസ്കഷൻസേ ഉള്ളൂ. ഒരു എക്സൽ ഫയലും ഡിസ്കഷൻ ഇല്ല. എവറിത്തിങ് ഇസ് ബേസ്ഡ് ഓൺ BI ഡാഷ്ബോർഡ്സ്. ടു ദറ്റ് എക്സ്റ്റെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഓരോ മാനേജേഴ്സിനും അവരുടെ ഏരിയ അന്നന്ന് റിവ്യൂ ചെയ്യാൻ ഉള്ള ലെവലിൽ ട്രാൻസ്പെറൻസി ഉണ്ട്. അവർക്കിപ്പോൾ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്, റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ they can do it in maybe ഒന്ന് മേക്ക് ഷുവർ ദാറ്റ് ദി ഡാഷ്ബോർഡ് ദേ അണ്ടർസ്റ്റാൻഡ് വെൽ, സോ ദാറ്റ് ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള പ്രിപ്പയർനെസ്സിൽ കവിഞ്ഞവർക്ക് പ്രിപ്പറേഷൻ വേണ്ട for to come to a board meeting or do a review. Our monthly financials are ready in 5 working days. ഒരു ഞായറാഴ്ചയോ ശനിയോ വന്നാൽ അതും കൂടെ അഡീഷണൽ വരും. എങ്കിലും ടിപ്പിക്കലി 5 working days after a month closure, our financial report is ready. To that level, we are able to get in the depth and improve understanding. അപ്പോൾ ആ പ്ലാറ്റ്ഫോം has really helped. ഇപ്പോൾ ഇന്ന് Synthiteൻ്റെ സ്കെയിൽ എന്താണോ അതൊരു ഡബിൾ ചെയ്താലും ഇപ്പോൾ 2 വർഷത്തിനും ഡബിൾ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും I don't think system wise we'll have a limitation. It will be new products or new efforts in markets that is required, system based or operations based. The platform is there.
ഈ കേരളത്തിലുള്ള ഒരു പൊതുവായ ഇൻഡസ്ട്രിയലിസ്റ്റ് പ്രത്യേകിച്ച് അവർ ചിലപ്പോൾ ഫെറാറി കാർ വാങ്ങിക്കും, അല്ലെങ്കിൽ ബെൻസ് കാർ വാങ്ങിക്കും. അതിനുവേണ്ടി അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ഒരു ടെക്നോളജി അല്ലെങ്കിൽ SAP ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും, അവർ ചെയ്യത്തില്ല. കാര്യം ഇപ്പോഴും അവർ പഴയ രീതിയിലാണ്. അപ്പോൾ അവർക്കുള്ളൊരു മെസ്സേജ് എന്താണ് പറയാനുള്ളത്? ബിസിനസ് ഒരു ലെവൽ കൂടുതൽ ഗ്രോ ചെയ്യണമെങ്കിൽ നല്ല പ്രോസസ്സസ് ഇല്ലാതെ പറ്റത്തില്ല. സോ അൺലെസ് യു ഇൻവെസ്റ്റ് ഇൻ ഗുഡ് പ്രോസസ്സസ് ആൻഡ് ഹാവ് ദറ്റ് ഫൗണ്ടേഷൻ വെൽ പ്രിഫേർഡ്, ഗ്രോയിങ് ഓൺ ദാറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു പേഴ്സണൽ ഫാൻസി ഈസ് മച്ച് ലേറ്റർ. You should, as long as you are confident about the business, developing systems of the business like SAP, other processes. ഇപ്പോൾ ഈ കൊല്ലം ഞങ്ങൾ എടുക്കുന്ന ഒരു മേജർ എഫേർട്ട് is to establish the standard operating procedures for all activities across, not only in production but also in finance and sales, so that we have that platform very clear. We have a lot of systems in ISO or certification alone എല്ലായിടത്തും തന്നെ ഉണ്ട്. പക്ഷേ go one notch better, document everything, and then അതിൽ നിന്നുള്ള data management also do it even better, so that ഒരു 2-3 years, unless you have good quality data, if you're an AI platform, it has to sit on top of it. You have to have good data. So what we are hoping is in the next 2 years build that, so that even plant level automation, ഞങ്ങളുടെ ഒരു ഫെസിലിറ്റി, ഞങ്ങളുടെ റീസെൻ്റ് ആയിട്ട് ചെയ്ത ടർമറിക് extraction facility, which is fully integrated facility, ഒരു ഇൻഡസ്ട്രി 4.0 ആക്കണം by June is our target, where most of the critical process will be fully automated, run by the computer. അത് ഒരു മാൻ പവർ സേവിങ് ഉദ്ദേശിച്ചിട്ടല്ല. ആ പ്രോസസ് ഇസ് വെരി സെൻസിറ്റീവ്. സോ മെയിൻറ്റെയിനിങ് പ്രോസസ് at a gold standard is what we're looking at, for which automation or today AI can help you do that. That's what we got. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. വലിയ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു വിൽ ഹാവ് യുവർ ഷെയർ ഓഫ് ദ സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ്. ബട്ട് സക്സസ് വിൽ ഗെറ്റ് ട്രംപറ്റഡ് ആൻഡ് എവരിബഡി നോസ് പോലെ. പക്ഷേ ഫെയിലിയേഴ്സ് ആരും പുറത്ത് പറയാറില്ല. പക്ഷേ ഈ ഫെയിലിയേഴ്സ് ആണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഓഫ് സക്സസ്. അപ്പോൾ ഈ ഫെയിലിയേഴ്സിനെ പറ്റി ക്യാൻ യു എക്സ്പ്ലെയിൻ ഹൗ യു ഹാൻഡിൽ സെറ്റ് ഫെയിലിയേഴ്സ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് യു ഫേസ്, അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച് പറയാൻ പറ്റുകയാണെങ്കിൽ പെട്ടതായിരുന്നു. എനിക്ക് റിക്കൗണ്ട് ചെയ്തൊരു എക്സ്പീരിയൻസ് 2000 when the computer IT was developing. എൻ്റെ ഒരു ഫ്രണ്ടോട് ഇങ്ങനെ ബുക്ക് ട്രാൻസ്ക്രിപ്ഷൻസ് an opportunity and അപ്പോൾ Synthite at that time was agnostic of ഏത് ബിസിനസ് എന്നുള്ളതല്ല, ബിസിനസ് ചെയ്യണമെന്നുള്ളതുണ്ടായിരുന്നു. ഇന്ന് 2012 ഞങ്ങൾ തീരുമാനം എടുത്തത് ഫുഡ് ഇൻഗ്രീഡിയൻറ്റ് ബിസിനസ്സിൽ മാത്രം എക്സ്പാൻഡ് ചെയ്യാം. ബാക്കി businesses that we were in, just maintain those businesses, but we not further invest in non-core businesses. പക്ഷേ 2000 we were flexible. ആ സമയത്ത് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ we hired one person with some understanding. ഒരു 10-25 പേരെ വെച്ചിട്ട് ബുക്ക് ട്രാൻസ്ക്രിപ്ഷൻ ബിസിനസ് തുടങ്ങി. This was in 99. I mean, today looking back, had I pursued it, maybe you could have been an IT major also, but somehow it didn't happen. So അന്ന് 25 പേരെ വെച്ച് തുടങ്ങി. ഇയാളുടെ ഒരു ആ മെയിൻ person who hired gave him some support, but I never made an effort to study that business. So we did business for a year and a half. We didn't lose much money, but never got anywhere, and finally we wound up that business. അപ്പോൾ അതിൽ നിന്ന് മെയിൻ ലേണിംഗ് ഉണ്ടായത്, നമ്മളൊരു പ്രൊമോട്ടർ ലെവലിൽ നമ്മളൊരു ബിസിനസ്സിന് ചെയ്യാൻ ഇറങ്ങുമ്പോൾ എത്ര പ്രൊഫഷണൽ സെറ്റപ്പ് ഉണ്ടെങ്കിലും നമ്മൾക്കൊരു സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ യു ഷുഡ് നോട്ട് ഡു ഇറ്റ്. സോ I decided that non-core, at least personally myself, organization തീരുമാനിച്ചില്ലെങ്കിലും ഒരു non-core ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാമുള്ളൂ എന്നൊരു കാര്യത്തിൽ തീരുമാനം വന്നു. അതൊരു ഫെയിലിയർ ആയിട്ട് തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. എൻ്റെ ഒരു പേഴ്സണൽ ഫെയിലിയർ ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഞങ്ങളുടെ ഏരിയ ഓഫ് ബിസിനസ്സിൽ തന്നെ പുതിയ when you adopt new technologies അല്ലെങ്കിൽ പുതുതായിട്ടുള്ള എന്തെങ്കിലും എഫേർട്സ് എടുക്കുമ്പോൾ at a given point of time ഒരു 7 or 8 new initiatives will be running at the same time. It could be a process improvement, it could be a technology improvement, it could be some collaborative work, something completely new. ഇതെല്ലാം ഒരേ സ്കെയിലിൽ സക്സസ്ഫുൾ ആവാമെന്ന് വിചാരിച്ച ഒരിക്കലും നടക്കില്ല. അപ്പോൾ അറ്റ് ദ സെയിം ടൈം റിസ്ക് അവേഴ്സ് ആവാനും പറ്റും. റിസ്ക് അവേഴ്സ് ആയാൽ പുതിയ സംഗതികൾ ഉണ്ടാകത്തില്ല. അപ്പോൾ the fact that then we went to China, or recently 4-5 years back when we went to Africa, ഒരു അൺനോൺ എൻറ്റിറ്റിയിലേക്കൊക്കെ പോകുന്ന സക്സസിനെ കുറിച്ച് ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളൊരു പുതിയ പ്രോഡക്റ്റ് ഒരു JV ആയിട്ട് ചെയ്തു.
markets completely changed. Our JV operation markets completely changed. And today it's still struggling. It's 4-5 years into that. And I wouldn't say anybody's blaming me, but I take the blame on myself that probably we should have thought better about the landscape before we went to do it. But if I എല്ലാ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും 100% മനസ്സിലാക്കിയിട്ട് ഒരു പുതിയ കാര്യം ചെയ്യാൻ പറ്റത്തില്ല. There will be a lot of unknown quantity. To the extent possible, try to limit the unknown quantity and then take a risk. അപ്പോൾ ഒരു ഫൂളിഷ് ആയിട്ട് ഒരു കാര്യം സക്സസ്ഫുൾ ആണെന്ന് വെച്ച് വിധിച്ചാടാതെ കുറച്ചുകൂടെ പഠിച്ചിട്ട് ചെയ്യണമെന്നുള്ളൊരു വിചാരം പ്ലാൻ ഈസ് റിക്വയർഡ്. അല്ലെങ്കിൽ ടുഡേ ഇൻഫർമേഷൻ ഇസ് അവൈലബിൾ അറ്റ് യുവർ സോ ആസ് ലോങ് ആസ് one is about getting the information, other is about studying the information. The next thing is also about trying to understand what are the possible risks. And then if you have a clear understanding of how to mitigate it, then you should go ahead with it. And then trust is, when the father quote one over, you in your hard work, trust is God's will. God's will. അടുത്തായിട്ട് ഈ ചോദിക്കാവുന്നത്, ഒരു ബിസിനസ്സുകാരനാകുമ്പോൾ എപ്പോഴും നമുക്ക് സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എങ്ങനെ ഒന്ന് റിലാക്സ് ആവുക, അതും പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കെയിലിൽ നിന്നൊക്കെ വലിയ സ്കെയിലാവുമ്പോൾ the kind of pressure that comes to you will be also of that scale. അപ്പം അങ്ങനെ ഉള്ള ഒരു സിനാരിയോയിൽ ഹൗ യു റിലാക്സ്, ടെൻഷനൊന്നും ആക്കാൻ എന്താ ചെയ്യാറുള്ളത്? If I can talk a bit about my daily life, Monday to Friday, I get up in the morning at 5. ഒരു 10 minutes meditation ചെയ്യും. Then by then my wife gets up. We have ഒരു half an hour. We have a prayer together. Post that in a train വരും. From 6:30 to 7:30 we train. And ഒരു 8:30 ആകുമ്പോൾ 8:30 ഓഫീസ് വരും. So you're starting, അപ്പോൾ ഈ ഒരു 8:30 വരെ I don't even touch the phone. I try not to touch the phone. I focus on what I need to be doing. അത് തന്നെ അപ്പോൾ തന്നെ there's a lot of energy developed when you're in the office. So I don't believe in the quantity of work that you do, but on the quality of the work that you do. അപ്പോൾ ഇവിടെ വന്നാലും ഞാനും ഓഫ് ലേറ്റ് ഒരു ലാസ്റ്റ് ഒരു 2 years ആയിട്ട് വളരെ ഞാൻ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതിലേക്ക്. അപ്പോൾ എനിക്കതിനകത്ത് കൂടുതൽ താല്പര്യം ഇപ്പോൾ പുതുതായിട്ട് നടക്കുന്ന പ്രോജക്ട്സ് അല്ലെങ്കിൽ പുതുതായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഓഫ് ലേറ്റ് ഈ പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഞാൻ ബോർഡ് മീറ്റിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള ഫോക്കസ് വരുമ്പോൾ ഒരു റെഗുലർ പ്രൊഡക്ഷൻ ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ഡേ ടു ഡേ സെയിൽസ്, അതിനൊരു സെയിൽസ് റിപ്പോർട്ട് വരുന്നുണ്ടെന്ന് മാത്രം ഞാൻ നോക്കുന്നുള്ളൂ. പിന്നെ ഇതിനിടയ്ക്ക് ചലഞ്ചസ് ഓഫ് കോഴ്സ് വിൽ കം ത്രൂ ദ ഡേ. വൈകുന്നേരം ആണെങ്കിലും I try to leave off work by 5:36. Since I live close by, I don't have any driving time. വീട്ടിൽ ചെന്നാലും ചിലപ്പോൾ ട്രെഡ്മിൽ ഒരു അരമണിക്കൂർ നടക്കും. ഇതൊക്കെ ഒരു ഒത്തിരി റിലാക്സേഷനാണ്. ഞാൻ അല്ലെങ്കിൽ സ്വിം ചെയ്യോ. കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ ഹോഴ്സ് റൈഡ് ചെയ്യുമായിരുന്നു. സോ ദാറ്റ് ഇസ് അനദർ വേ ഓഫ് ലെറ്റിംഗ് യു സ്റ്റേ. അപ്പോൾ നമുക്ക് നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടെങ്കിൽ മോസ്റ്റ് ഈവനിങ്സ് ഞാൻ വൈഫ് അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും ഒരു മൂവി 4 ദിവസം കൊണ്ട് കാണണമെങ്കിലും ഒരു ഹാഫ് ആൻ അവർ എങ്കിലും എന്തെങ്കിലും മൂവിയോ അല്ലെങ്കിൽ സീരിയലോ എന്തെങ്കിലും കാണും. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് വർക്ക്, ഇറ്റ്സ് വർക്ക് ആൻഡ് പ്ലേ. പിന്നെ ഐ ഹാവ് എ ഗുഡ് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ലോക്കലി ഉണ്ട്. ഞങ്ങളുടെ പഴയ സ്കൂൾ ഫ്രണ്ട്സും കുറച്ച് പേരുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു വൺസ് എ മന്തെങ്കിലും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ മീറ്റ് ചെയ്യും. ചിലപ്പോൾ റീസെൻ്റ്ലി ഞങ്ങൾ ഇപ്പോൾ ഒരു 5-6 days ട്രാവലൊക്കെ ഒരുമിച്ച് ഞങ്ങൾ മെൻ മാത്രം കോൺ ട്രാവൽ. അപ്പോൾ ദീസ് ആർ തിങ്സ് ദാറ്റ് ടേക്ക് യു ഐസ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ പിന്നെ അതോറിറ്റിയോടൊപ്പം അക്കൗണ്ടബിലിറ്റിയോടൊപ്പം അതോറിറ്റിയും കൊടുക്കും പ്രൊഫഷണൽസിന്. സോ ദാറ്റ് ദേ ആർ allowed to take decisions. It's not that everything comes to you for decision making. So which also helps make sure that professionals also have a role to play. That's the only way you can run an organization. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിലും ഞാൻ അറിയണം, ഞാൻ അറിഞ്ഞ് തീരുമാനമെടുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ഇറ്റ് നെവർ ഗോ ടു ഹാപ്പൻ. സോ എനിക്കങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഡിപ്രഷൻ, I should thank God that I have not had a situation where I felt completely depressed or lost. Of course, challenges on the felt, I felt what can happen with it. Even when the going is very good, is when I worry the most. Because ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം, ഒരിക്കലും എപ്പോഴും ഒരു ചെയറിലിരിക്കുമ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇത് നമ്മൾ ഉഴപ്പി ഒന്ന് ഇതിന്ന് പോയി കഴിഞ്ഞാൽ തിങ്സ് സ്റ്റാർട്ട് ടു സ്ലൈഡ്. സോ അതുകൊണ്ട് ഒരു ബേസിക് ഒരു പിരിമുറുക്കം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും സ്ട്രെസ് ഉണ്ട്. പക്ഷേ ദ ഗുഡ് തിങ് ഇസ് ഐ ഡോണ്ട് ഹാവ് എനി റെഗുലർ മെഡിക്കേഷൻസ്. ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസും എനിക്കില്ല. ആൻഡ് അറ്റ് 60 I don't take any medication also. So which shows that something is right about the way I manage myself.
ഈ അടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു, മങ്കി ലാഡബേഴ്സ് യുവർ ഫേസിങ്. അത് ഈ 60 ഈ പേഴ്സണൽ ഹെൽത്തിന് വേണ്ടി ഈ ആക്ടിവിറ്റീസ് ഉണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അല്ല, അത് ഈ 6:30 to 7:30 മോർണിംഗ് എക്സസൈസിൽ I do about 20 minutes of high intensity. ഈ cardio, high intensity cardio. അതിനകത്ത് തന്നെ മങ്കിലാഡ്രോ അതൊക്കെ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് വെയ്റ്റ്സ് ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് വർക്ക്. അപ്പോൾ ട്രെയിനർ കൂടെ ഉള്ളതുകൊണ്ട് ഈസ് ബീൻ വിത്ത് മീ ഫോർ 6 years. ഇന്നിപ്പോൾ ട്രെയിൻ ചെയ്യാൻ സ്വന്തമായിട്ട് പറ്റില്ല എന്ന് വെച്ചാൽ പറ്റും, പക്ഷേ സംബഡി ലൈക്ക് ഹിം ദെൻ ഇറ്റ്സ് മോട്ടിവേറ്റ്. പ്രശ്നങ്ങളായി ചെയ്യുന്നു. സ്പെസിഫിക് ആയിട്ട് വെയിറ്റ് ട്രെയിനിങ്ങും ഈ ട്രെയിനറുമായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ 6 years ആയി. അതിനു മുമ്പ് ഞാൻ ഷട്ടിൽ കളിക്കുമായിരുന്നു. പക്ഷേ ഷട്ടിൽ കളിച്ച് രണ്ടും നീയും എൻജോയ്ഡ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഐ കുഡ് നോട്ട് പ്ലേ. ബട്ട് ഫോർച്യുനേറ്റ്ലി അഗൈൻ ദാറ്റ്സ് വെയർ ഐ ഫെൽറ്റ് ഒരിക്കലും നമ്മൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി വറീഡ് ആയി ഇറ്റ് ബിക്കംസ് എ ചാലഞ്ച്. ഒരു PRP ട്രീറ്റ്മെൻറ്റ് ചെയ്തു ആൻഡ് ബോത്ത് നീസ് ആർ ഓക്കെ നൗ. I can walk, I run on a treadmill, I can run at good speeds. I had a prostate issue, I had a malignancy issue, but I recovered in low time. The doctors were extremely happy that I recovered in 4-5 days time. It's all probably because of the way positively you think, and also the fact that you are not alone in all of this. God is there. So that's a great strength. ഫുഡ് എങ്ങനെയാ? ഫുഡ് എന്താ കൺട്രോൾ ചെയ്യുന്നത്? വാട്ട് ഓൾ തിങ്സ് യു ഈറ്റ്, വാട്ട് യു അവോയ്ഡ്? ഇപ്പോൾ പ്രത്യേകിച്ച് കൊതിയുള്ള എന്തെങ്കിലും ഭക്ഷണം വന്നു കഴിഞ്ഞാൽ ഹൗ യു ഇറ്റ് ഹാസ് ഷുഗർ ഓർ മേ ബി ഇറ്റ് ഈസ് നോട്ട് സംതിങ് യു ആർ റൈറ്റ്? ബേസിക്കലി എനിക്ക് ഷുഗർ ക്രേവിംഗ് ഉള്ള ആളായിരുന്നു. പക്ഷേ once I started training and the coach started putting more sense into me, I started eating a bit. അപ്പോൾ ഒരു കൂടുതൽ പ്രോട്ടീൻ ഫോക്കസ്ഡ് ആയിട്ട് ഡയറ്റ്, കാർബോഹൈഡ്രേറ്റ്സും സ്വീറ്റ്സും കുറച്ചിട്ടുള്ള ഡയറ്റാണ് ജനറലി ചെയ്യാറില്ല. ഇൻഡൽജ് ചെയ്യാറില്ല എന്ന് പറയാറില്ല, ഇടയ്ക്ക് ഇൻഡൽജ് ചെയ്യാറുണ്ട്. And because otherwise there's no life, so also even alcohol I drink occasionally. But now I've taken this thing that next 4 months I won't drink. Just for just to show your willpower that you can save from what you want like to have. അപ്പം അങ്ങനെയൊക്കെ നമ്മളൊന്ന് ഡിസിപ്ലിൻ ചെയ്യാൻ ശ്രമിക്കുക. അതൊന്നും പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ദീസ് ആർ ഓൾ ഗുഡ് തിങ്സ് ടു ഹാവ് ഫോർ യുവർ സെൽഫ്. ഈ ഹോഴ്സ് റൈഡിങ് മനോരമ ആർട്ടിക്കിൾ യു ഹാവ് 6 horses, 2 ഇംഗ്ലീഷ് തറോബ്രെഡ്, പിന്നെ രാജസ്ഥാനി മാർവാറി ഹോഴ്സസ്, ആൻഡ് യു ആർ റൈഡിങ് ഓൾസോ. അപ്പോൾ അതൊരു വലിയ എക്സസൈസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഹൗ യു ലേൺഡ്? ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞങ്ങളുടെ ചീഫ് ഡെവലപ്മെൻറ്റ് ഓഫീസർ അദ്ദേഹം ബാംഗ്ലൂരിലായിരുന്നു. ഇവിടെ വന്ന് ജോയിൻ ചെയ്ത ശേഷം ഈ ഹാഡ് 1 horse. അത് പുള്ളി തൃശ്ശൂർ അപ്പുറം എവിടെയോ സെയിൽ ചെയ്തിരുപ്പേ. അപ്പോൾ എനിക്കിവിടെ തോട്ടമൊക്കെ എന്നെ സജസ്റ്റ് ഇട്ടു ഞാനൊരു ചെറിയ ഷെഡ് പണി ഇപ്പോൾ തരാം, സോ ദറ്റ് യു ക്യാൻ റൈഡ് ഹിയർ. ഇവിടെ തോട്ടമൊക്കെ ഉണ്ട്, ഇപ്പോൾ ലോക്കൽ റോഡ്സ് ഓൾസോ യു ക്യാൻ റൈഡ്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ സംഗതിയാണ്. അപ്പോൾ ദെൻ ഈ എൻകറേജ് മീ ടു റൈഡ്. സോ അത് റൈഡ് ചെയ്തപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, പഠിക്കണമെന്ന് തോന്നി, പഠിച്ചു. ആൻഡ് ദെൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് 4 years ഈ എക്സസൈസ് വൈകുന്നേരം, റൈഡിങ് മോർണിംഗും ആയിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് കോവിഡ് സമയത്തൊക്കെ ആ ഒരു രീതി, കാര്യം വീടിനടുത്തായിരുന്നുകൊണ്ട് പുറത്തൊന്നും പോകണ്ടായിരുന്നു. സോ ഐ യൂസ് ടു റൈഡ് ഇൻ ദ മോർണിംഗ്, ഈവനിങ് എക്സസൈസും ചെയ്യുമായിരുന്നു. പിന്നെ ഈ സർജറി കഴിഞ്ഞ് ഒന്ന് സ്റ്റോപ്പായി ഒരു 6 months റൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഡോക്ടർ. അത് കാരണം അത് 2023 ജൂൺ വരെ ആയിരുന്നു റെസ്റ്റ്. പക്ഷേ ഇപ്പോഴും റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. I really want to start at some point, maybe ride in the evening. അപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു to ride a horse to work. അത് ഇതുവരെ കാര്യം വെച്ചാൽ പുറത്ത് റൈഡ് ചെയ്യാനെങ്കിലും ബിസി ആയിട്ടുള്ള സമയത്ത് റൈഡ് ചെയ്യണമെങ്കിൽ കുറേ നല്ല കൺട്രോൾ വേണം. സോ ഐ സ്റ്റിൽ ഹാവ് ഹോസ്റ്റലിൽ കമ്പനി വന്നിട്ടില്ല, പക്ഷേ പുറത്തൊക്കെ റൈഡ് ചെയ്ത് പോകാറുണ്ട്. റൈഡ് ചെയ്യാൻ ഇറ്റ്സ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് hobby to have, and a good connection with the animal, and lot of skill development also happens. Personal skill development also happens with our fight. ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് പറഞ്ഞപ്പോൾ എന്ത് സ്കിൽസാണ് ഇപ്പം യു ട്രൈ ടു ഡെവലപ്പ്? ഒരു കണ്ടിന്യൂസ് ലേണിംഗ് ആണല്ലോ ഈ ഓൺട്രപ്രണർഷിപ്പ് അതുപോലെ ബിസിനസ്സിലൊക്കെ. അപ്പോൾ എന്തൊക്കെ സ്കില്ലുകളായിരിക്കും യു ട്രൈ ടു ഡെവലപ്പ് ഈവൻ നൗ? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഫിനാൻസ് ഫോർ നോൺ ഫിനാൻസ് മാനേജേഴ്സ് അങ്ങനെയുള്ള 2-3 day കോഴ്സസ് ഒക്കെ ചെയ്യായിരുന്നു. അതുപോലെ ഏറ്റവും ആ പീരീഡിൽ ചെയ്തതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോഴ്സ് വാസ് അബൌട്ട് ഫാമിലി ബിസിനസ് പ്രോഗ്രാം. ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ ഒരു ഫാമിലി ബിസിനസ് പ്രോഗ്രാം. ദാറ്റ് വാസ് എ 3 day പ്രോഗ്രാം ഒക്കെ.
post that I became part of the regular mailing list. അങ്ങനെയാണ് അവർ PGB Max എന്ന് പറഞ്ഞിട്ടുള്ള ബാച്ച് 2010 സ്റ്റാർട്ട് ചെയ്തപ്പോൾ if I thought I should do a MBA program, I joined ISB in 2010, and it was a remarkable change for my life. കാരണം 60 peer people with minimum 15 years experience. Then all founding batch അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പ്രൊഫസേഴ്സും ഇന്റർനാഷണൽ ഫാക്കൽറ്റി ആയിരുന്നു. It was all case-based study, and every 6 weeks we had to be in the campus for 1 week. അപ്പോൾ ഒരു ക്യാമ്പസ് ലൈഫ് തിരിച്ചു വന്നു. ഇത്രയും പിയർ ആയിട്ടുള്ള അവരോട് പരിചയപ്പെടാനും സാധിച്ചു. അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, കേസ് സ്റ്റഡി ഡിസ്കഷൻസ്, ക്ലാസ് റൂം, that made a huge difference to my life. Since then I've gone for small programs. If പലപ്പോഴും ഇതുപോലെ ഉള്ള ലീഡർഷിപ്പ് പ്രോഗ്രാംസിനൊക്കെ ഇടയ്ക്ക് I take a break ഒരു 3-4 days and go. അത് പിന്നെ റീഡിങ് ഒരു ഹാബിറ്റ് ആക്കി മാറ്റി. അപ്പോൾ ഐ ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് ഇൻ എ ഡേ ഒരു 15-20 മിനിറ്റ്സ് എങ്കിലും ഒരു 10 പേജെങ്കിലും ഒരു ബുക്ക് വായിക്കാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു 160 പേജുള്ള ബുക്ക് വിൽ ടേക്ക് 2 weeks to complete, but I read every day. ഈ ബുക്ക് do you suggest any books to youngsters? എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തത് റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ്ബാണ്. And that is what made a difference to my early age. ഇപ്പോൾ ഫാദർ എന്നും രാവിലെ അന്നൊക്കെ ഒരു 6:30 ക്ലബ്ബ്. He used to always get up at 4:35. He used to encourage me, and because I lived with him in the same house. പക്ഷേ ഈ റോബിൻ ശർമ്മയുടെ ബുക്ക് വായിച്ചപ്പോൾ ബോധം വന്നതായിട്ട് സ്റ്റാർട്ടിങ് ഏർലി അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ട് 20-20-20 ആണ്. 20 minutes of exercise, 20 minutes of reading, and 20 minutes of meditation or something that improves your mental health. So you have to consistently do it. And അത് ഞാൻ എങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തിരുന്നു കുറേ നാൾ. അതിനുശേഷം ഞാൻ കുറച്ച് ഇവോൾവ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇതിലേക്ക് വന്നു. മെഡിറ്റേഷൻ, റീഡിങ്, പ്രേയർ ആൻഡ് ദെൻ എക്സസൈസ്. ഈ മെഡിറ്റേഷനിൽ എന്താണ് സാധാരണ ബ്രീത്തിങ് എക്സസൈസ് ആണ്? ബ്രീത്തിങ് എക്സസൈസ് ഞാൻ യൂട്യൂബിൽ കണ്ട് മനസ്സിലാക്കി ചെയ്ത വലിയൊരു പ്രൊഫഷണൽ എന്ന് വെച്ചാൽ ഞാൻ ട്രാൻസ്ലേറ്റൊന്നും പോകത്തില്ല, എങ്കിലും ആ ബ്രീത്തിങ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ ഇൻഹേൽ ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്ത് ഇൻഹേൽ ചെയ്ത് എൻ്റെ ത്രൂ ദ സിസ്റ്റം എക്സൈൽ ചെയ്യുന്ന ആ പാത്ത് കീപ് കോൺസെൻട്രേറ്റിങ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേഷൻ വരാൻ പറ്റും. ഒരു 2-3 മിനിറ്റ്സിലേക്ക് ഞാൻ സാധാരണ 10-11 മിനിറ്റ്സ് ട്രൈ ചെയ്യുക. അതിൽ ഫസ്റ്റ് 2-3 മിനിറ്റ്സ് യുവർ മൈൻഡ് വിൽ റൺ എൽസ്വെയർ. പിന്നെയും അവസാനത്തെ 3 മിനിറ്റ്സ്, ഒരു 2-3 മിനിറ്റ്സ് ഇൻ ബിറ്റ്വീൻ യു ക്യാൻ ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തതിൽ കൂടെ ഇപ്പോൾ ഞാനത് പെർഫെക്റ്റ് ചെയ്തൊന്നും പറയില്ല, പക്ഷെ വളരെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ യു പോസ് ഫോർ എ മിനിറ്റ് ആൻഡ് ദെൻ just concentrate, it make you calm. അപ്പോൾ പലപ്പോഴും ഒരു ഇറാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ തന്നെ ഒന്ന് ചിന്തിക്കാൻ ഒരു അവസരം കൂടെയൊക്കെ കിട്ടും. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഞാൻ വളരെ ഷോർട്ട് ടേം ഉള്ള ആളാണ്, വളരെ പെട്ടെന്ന് പല രാഷ്ട്രീയ തീരുമാനം എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇറ്റ് വാസ് വെരി വെരി ഇറ്റ് ഇൻഫ്ലുവൻസ് മീ എ ലോട്ട്. ടുഡേ people see me as a transformed person to a large extent. ചിലപ്പോൾ എൻ്റെ പഴയ സ്വഭാവം തിരിച്ചു വരുമെങ്കിലും to a large extent I'm much more calmer than before. See, you are a God-fearing and spiritual person also. You told every day you pray for half an hour. Then you will read Bible or what you do. അതും എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഡെയിലി ബ്രെഡ് എന്നൊരു ബുക്കുണ്ട്. ഡെയിലി ബ്രെഡിൽ ബേസിക്കലി ഒരു ബൈബിൾ പാസേജ് വായിക്കാൻ ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ആ പാസേജ് വായിച്ചിട്ട് നമുക്ക് ബൈബിളൊക്കെ വായിക്കണമെങ്കിലും നമുക്കൊന്നും അത്രയും അത് മനസ്സിലാക്കാനുള്ള പാണ്ഡിത്യം കഴിവില്ലാത്തതുകൊണ്ട് ഈ ഡെയിലി ബ്രെഡ് വിൽ എക്സ്പ്ലെയിൻ ആ പാസേജിനെ ഒരു നല്ല സ്റ്റോറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ദെൻ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മെസ്സേജ് ഇൻ ദ ബൈബിൾ ഇൻ യുവർ ഡെയിലി ലൈഫ്, ഹൗ ദാറ്റ് ഇസ് നോട്ട്. അപ്പോൾ കുറച്ചും കൂടി ആ ബൈബിൾ മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും. പിന്നെ 1-2 prayer books ഉണ്ട്. പിന്നെ ബൈബിൾ ഇപ്പം Psalm 91 is what I read every day. അതുപോലെ when my grandson was about to be born, there is Psalm 139 ഒരു പോർഷൻ വായിക്കാറുണ്ട്. ഇപ്പോഴും we continue to read that. പിന്നെ കുറച്ച് പ്രേയേഴ്സ് ഉണ്ട്, പിള്ളേർക്കുള്ള പ്രാർത്ഥനയുണ്ട്, ഫാമിലിക്ക് അപ്പോൾ പ്രാർത്ഥിക്കും. പിന്നെ കുറച്ച് നേരം നമ്മൾ സ്വന്തമായിട്ട് ഒരു യു ട്രൈ ടു കണക്ട് വിത്ത് ഗോഡ്. ഇതൊന്നും ആ ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റി ഒന്നും എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എങ്കിലും ട്രൈ ടു പ്രാക്ടീസ് സംതിങ് വിച്ച് ഓൾസോ. ഇപ്പം പിന്നെ വേറെ ആസ്പെക്റ്റ് ഉള്ളത്, നമ്മൾക്ക്
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് പറയുന്ന കാര്യം നമ്മൾ even your work is prayer. If you are really committed to your work, and especially I'm in a situation where we are providing jobs to thousands of people, so your lack of commitment also can destroy their lives. So അതുകൊണ്ട് even your prayer in your work is a prayer. If you can do it well, if you influence or benefit hundreds or thousands of people. But if you ask me today whether I'm working to see that I buy the next thing, no, those days are gone today. One is, of course, anyone would like to see what you've developed grow further, and also make sure that it doesn't stagnate, because no business can stagnate. Can only either grow or go down. So if you ഈ സിറ്റുവേഷനൊക്കെ റൈറ്റ് ആണ്, യു ആർ ടേക്കിംഗ് റൈറ്റ് ഡിസിഷൻസ്, ഇറ്റ് വിൽ ഓൺലി ഗോ ഫർദർ, റൈറ്റ്? ഓക്കെ, നമുക്ക് ഇനി കുറച്ച് ഫണ്ണായിട്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് ശ്രദ്ധിക്കുക. വാട്ട് യു ലൈക്ക് മോസ്റ്റ്? എന്താ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം? ബിസിനസ് അല്ലാതെ ജീവിതത്തിൽ എന്ത് ചെയ്യാനാണ്? വാട്ട് യു ലൈക്ക് ടു ഡു മോസ്റ്റ്? ഇറ്റ് മൈറ്റ് സൗണ്ട് ഫണ്ണി, ബട്ട് ചിലപ്പോൾ വെറുതെ ഇരിക്കാനായിട്ട് ഇഷ്ടം. അതെ, കൃഷിയൊക്കെ വെറുതെ ഇരിക്കുക, വെറുതെ ചുമ്മാ ഇരിക്കുക, ഒന്നും ചെയ്യാതെ. അതുപോലെ അടുത്തത് ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്തേക്കുന്ന എന്ത് ആക്ടിവിറ്റി ആണുള്ളത്? ഒരു സ്പോർട്ടായിട്ടാണോ അതോ എന്തായാലും അഡ്വഞ്ചറസ് സ്പോർട്ട്. ഞാൻ സീബക്തോന്ന് റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്യാനായിട്ട് നുബ്ര വാലിയിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു ചലഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു, ബിക്കോസ് യു ഫ്ലൂ ടു ലേ ആൻഡ് ദെൻ ഹാഡ് ടു വാക്ക് ട്രെക്ക്, ബിക്കോസ് ഇറ്റ്സ് ഗ്രോൺ ഔട്ട് ഇൻ ദി ഫോറസ്റ്റ്. അങ്ങനെയൊക്കെ ഒത്തിരി. പക്ഷേ ഐ ഫെൽ സിക്ക് ബിക്കോസ് I pushed myself too much. Then literally I had to be wheeled back to the plane, brought back. Oxygen, I had an issue with that. That was in 2030. ഇന്ന് സിന്തൈറ്റിൽ ഗ്രാജുവേറ്റ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ എന്തെല്ലാം ജോലികൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള കുട്ടികൾക്ക് സിന്തൈറ്റിൽ ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്? അതുപോലെ തന്നെ പ്രൊഫഷണൽസൊക്കെ ഓൾറെഡി ഹൈ പെയ്ഡ് ആയിട്ടുള്ള കുറേ പ്രൊഫഷണൽസൊക്കെ തിരിച്ചു വരുന്നുണ്ട്, ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആർക്കൊക്കെ സിന്തൈറ്റിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? എങ്ങനത്തെ ഉള്ള കുട്ടികൾക്കും അതുപോലെ പ്രൊഫഷണൽസും ആണ് ജോലി സിന്തൈറ്റിൽ കിട്ടുന്നത്? ഒരു good chemistry background and with an interest to pursue chemistry related activities. That's in the pure chemistry and pure subjects പലർക്കും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഒരു കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് with an aptitude to extraction, isolation of active ingredients is definitely one area that we look at. ഞങ്ങളിപ്പോൾ പുതുതായിട്ട് നോക്കുന്ന ഏരിയാസ്, ഒരു മെയിൻ ഏരിയ ആണ് സിന്തറ്റിക് ബയോളജി ആൻഡ് ബയോ മാനുഫാക്ചറിങ്. ഒരു നെക്സ്റ്റ് 10 years വളരെ salient വേൾഡ്, not only in flavor fragrance industry but in all kinds of manufacturing, ഒരു bio manufacturing which will become from sustainability standpoint ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് ബയോ മാനുഫാക്ചറിങ്. ആ ഒരു ഏരിയയിൽ ഇന്ന് കോഴ്സസ് കുറവാണ്, പക്ഷേ ഒരു ബേസിക് ബയോളജി ആൻഡ് മാത്തമാറ്റിക്സ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്, ബയോളജി ആൻഡ് പ്രൊഡക്ഷൻ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു കെമിക്കൽ ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം ഒരു മൈക്രോ ഓർഗാനിസം ഉപയോഗിച്ച് പ്രൊഡക്റ്റിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ള ടെക്നോളജിയാണത്. അപ്പോൾ സിന്തറ്റിക് ബയോളജി, ബയോ മാനുഫാക്ചറിങ് ഇസ് another area. നല്ല marketing skills is something always wanted, because when you develop a new product, it's not about sales but being able to market the product, and how can you look at the market opportunity, develop a market, and creating the right marketing collateral, approaching customers with a new idea. ആ സ്കില്ലിൽ ഇപ്പോഴും ഒരു ഡെപ്ത് ഉണ്ട്. ശരി, സെയിൽസിന് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും, പക്ഷേ to really have a good marketing skill, അത് business to business is something that we always welcome. ഇക്കൊരു പലത് ചെയ്യുക ഒരു ബുക്ക് നമ്മൾ റിവ്യൂ ചെയ്യാനെങ്കിൽ നമുക്ക് അത്രയും അറിയാൻ നോക്കുക. പക്ഷേ ഇന്നത്തെ ഒരു സിനറി നോക്കുക, ഇപ്പോൾ റീൽ കൺസിഡർ ആലോ ഇല്ല, ഒരു 60 seconds പോലും നമുക്ക് നമ്മുടെ അറ്റൻഷൻ സ്പാൻ നോക്കി കിട്ടുന്നില്ല. 7 seconds ഒരു ആവറേജ് അറ്റൻഷൻ സ്പാൻ, അത് ഡിക്ലൈൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ ഒരു ഡിക്ലൈൻ വന്നു കഴിയുമ്പോഴത്തേക്കും സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് പോകുന്ന ഇൻഡസ്ട്രീസിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനതയ്ക്ക് ഇത്തരത്തിലുള്ള കോൺസെൻട്രേഷൻ ലാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? സോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കും?
I would not like to generalize it because I've seen very bright sparks also. People are very, very consistent, willing to work hard on a particular problem and find solution. അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഇൻഡിവിജ്വൽസിനെ അപ്പോൾ the only thing that I am trying to do today is to identify such people and give them maximum support. Well, there are ഒരു last 2 years they joined the clinical insights and chemistry background play. There are few people who are not did അവർ ആ ലാപ്ടോപ്പിലൊരു വർക്ക് മാത്രമല്ല എന്നെ പഴയതിൻ്റെ വർക്ക് മാത്രം അത് സ്കെയിൽ ചെയ്യാനും അതിനകത്ത് പ്രോബ്ലംസ് കണ്ടുപിടിക്കുക അത് കറക്റ്റ് ചെയ്യാനും കമേഴ്ഷ്യൽ സൈഡ് വരെ വർക്ക് ചെയ്യാൻ താല്പര്യമായിട്ടുണ്ട് പിള്ളേർ. അപ്പോൾ ഒരു ജനറലൈസ് ചെയ്ത് 7 seconds എന്ന് പറയുന്നത് മേ ബി ട്രൂ ബട്ട് ദർ ആർ പീപ്പിൾ ഹു ആർ ഗുഡ് അപ്പോൾ നോട്ട് ഓൾ ദാറ്റ്സ് വെർ ഐ ഫീൽ യു ഷുഡ് ഓൾസോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ in academic background and attitude and common sense. You should also be able to assess that. The other aspect that we try to promote is the academics may be a base for someone to get into Synthite. Once they are in the organization, their career growth path will purely depend on how they contribute, how their attitude is, how they're willing to work, what. ഒരു പ്രോസസ്സിൻ്റെ ഒരു സംഗതി when faculty കാണാനായിട്ടുള്ള ടീം പ്ലെയർ ആവാൻ സാധിക്കുന്നവരുണ്ട്. Someone may be very good in a specific area, but he cannot work with anybody. Then his scope gets limited. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അവർ ഫെർദറായിട്ട് ഗ്രോ ചെയ്യുന്നതാണ് നല്ലൊരു ഓർഗനൈസേഷൻ ചെയ്യേണ്ടത്. സ്വന്തമായിട്ട് സ്ട്രെങ്ത്തും അതാണ് ഞാൻ വിശ്വസിക്കും. കാരണം ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദി അതർ ആസ്പെക്ട് ഇസ് ഓൾസോ ഇപ്പോൾ ഏറ്റവും നല്ല ബ്രൈറ്റ് മൈൻഡ്സ് പറ്റി ഓർഗനൈസേഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്കിങ്. യു ക്രിയേറ്റ് സം problem challenges for them, they'll solve it and that the organization growth. പക്ഷേ ഒരു ആവറേജ് സ്കില്ലുള്ള ഒരാളെ അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു ഇറ്റ്സ് എ ബിഗ് തിങ്. അപ്പോൾ അതിനൊരു ബേസ് ആവാനും ഈ ഓർഗനൈസേഷന് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഞാൻ ഐ ഷോ ദി ആൻസേഴ്സ്. പിന്നെന്താ വാട്ട് ആർ ദ കൂൾ ഗാഡ്ജറ്റ്സ് ഫോർ മേ ബി ഞാൻ ഇതിൽ ഗാഡ്ജറ്റ് ഫ്രീക്കൊന്നുമില്ല. I change my phone only once in 3 or 4 years. And ഇപ്പോൾ ഹോം തിയേറ്റർ ഒക്കെ ആണെങ്കിൽ ഒരു മിനിമം ഇതൊന്നുമല്ലാതെ ഓഫ് കോഴ്സ് I have a 911 car, which again this is my 5th year using that car. So I try to indulge in moderation, if I could say that. I think we have covered most of the questions. Maybe you can give any message to our audience so that they can also get inspired and get motivated and be like you. I think today's generation is much more, competent than, because of the availability of information. The one thing that someone needs is the appetite to take risk. And also accept failures, because whether it is in your professional career, working somewhere, going out of the way to do something and developing yourself and being noticed is one thing, or you start doing something on your own. But in all of this, ഒരു ഫെയിലിയർ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ഉണ്ടായാൽ പെട്ടെന്നൊരു വിഡ്രോവൽ സിംറ്റംസിലൂടെ മാറാതെ അതെങ്ങനെ ഓവർകം ചെയ്യാം, ആ ഒരു മെൻ്റൽ മേക്കപ്പാണ് പ്രോബ്ലി ഐ സീ ലാക്കിങ്. ഇപ്പോൾ യു ഹിയർ അബൌട്ട് വെരി യങ് ചിൽഡ്രൻ ഒരു പരീക്ഷയ്ക്ക് തോറ്റ സൂസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എക്സാം എഴുതിയിട്ട് വേണ്ട റിസൾട്ട് കിട്ടിയില്ലാതെ ഇപ്പോൾ തോൽവിയായിരിക്കുന്നു, അല്ലെങ്കിൽ അതൊന്നും മാറിയിട്ട് ബിക്കോസ് യു ആർ ഓൾ മച്ച് മോർ എക്സ്പോസ് ടു നോളജ് ആൻഡ് ടെക്നോളജി ടുഡേ. സോ you can definitely do better. The only thing is having that appetite to take risk, appetite to work hard, and also accept failure with a lot of humility and say that you will survive it. That will make a big difference. Thank you so much for a wonderful session. It will really help for all our audience. Thank you so much. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സിന്തൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ MD അജു ജേക്കബിൻ്റെ ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് നിങ്ങൾ കേട്ടത്. ഇത് ഒരു ചെവിയിൽ നിന്നും മറ്റു ചെവിയിൽ കൂടെ കളയാതെ സിന്തൈറ്റ് പോലുള്ള വലിയ ഇൻഡസ്ട്രികൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ മോട്ടിവേറ്റഡായി നിങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് ഈ കമ്പനികൾക്ക് ഒരു വലിയ അസറ്റായി മാറുന്ന രീതിയിൽ മാറുക. നെക്സ്റ്റ് വീക്ക് we will come up with another guest. Stay tuned. Bye.